ഹലോ ഗൈസ്, രാവിലെ നീച്ചപ്പോഴത്തേക്കും അക്ഷയ പോകാൻ പറഞ്ഞു. എന്താ എൻ്റെ പേപ്പർ റെഡി ആയിക്കണേ, അതിന് വേണ്ടി കണ്ട് അക്ഷയ പോകുക. പോണേക്ക് നമ്മൾ സ്കൂൾ പിള്ളേരൊക്കെ കണ്ട് അക്ഷയെന്ന് സംഭവം കൈപ്പറ്റി. ആ പേപ്പർ ഒന്ന് ആ ഫയലിലൊക്കെ ഒരു 10-15 മിനിറ്റ് അവിടെ ഞങ്ങൾ വെറുതെ കുത്തിയിരുന്നു. അപ്പത്തൊക്കെയാണ് താത്താൻ്റെ ചെരുപ്പ് പൊട്ടിയത്. ആകെ എടങ്ങേറായി. പിന്നെ ഞങ്ങൾ തിരിച്ച് പേരേക്ക് പോയി. നിങ്ങൾ ഈ റോഡ് ഉണ്ടാ മനസ്സിലാവില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യും. ഉള്ള കുണ്ടുകൂടിയും കുഴിക്കൂടെയൊക്കെ താത്ത ഞങ്ങളെ കൊണ്ടുപോയിനി. അത് കഴിഞ്ഞ് ഞങ്ങളെ പേരേക്കുള്ള റോട്ടിക്ക് എത്തി. അപ്പുറത്ത് കനാൽ ഇപ്പുറത്ത് പാടോ. എൻ്റെ താത്താക്ക് ഇതിൽ കൂടി വണ്ടി ഓടിക്കാൻ പേടിയാണ്. ആ മൊയിൻ്റെ ഇത് കൂടെ കണ്ണൊടിച്ചും കാണാൻ വണ്ടി ഓടിക്കല്. ചെരുപ്പ് മാറ്റാൻ വേണ്ടി പേരേക്ക് വന്നത്. ചെരുപ്പിൻ്റെ കോല കണ്ടില്ല. പിന്നെ അവിടുന്ന് കീഴ്ത്ത് ഞങ്ങൾ നേരെ വിട്ടു 30-34 ഞങ്ങൾ നേരെ വിട്ട് ശ്രീകൃഷ്ണപുരം ബാപ്പുജി പാർക്ക്. പോണ വഴിയിലൊരു മൂന്നാർ ഫീൽ, അമ്മാരി രസം. ഞാൻ താത്താനോടൊരു വഴിയാട്ടിട്ട് ആയിക്കൂടാണ്ട് പോകാൻ പറഞ്ഞു. ഓളായിക്കൂടാണ്ട് പോയി. വഴിയൊന്നും എനിക്കറിയില്ല. അവസാനം ഞങ്ങൾ ശ്രീകൃഷ്ണപുരത്ത് എത്തി. നേരെ വരണ്ടേനു വളഞ്ഞ മൂക്ക് കുടിച്ചാണ് ഗൈസ് ഞങ്ങൾ വന്ന് പെട്ടു. ഇനിയും കുറേ അങ്ങോട്ട് പോകാണ്ടേനു. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോയി നോക്കുമ്പോൾ അവിടെ കട അടച്ചിക്കണേ. പിന്നെ നേരെ പാർക്ക് പോയി 20 ഉറുപ്പ്യ കൊടുത്ത് ഇങ്ങോട്ട് പാർക്ക് കയറി. ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല. വെറുതെ അതിൻ്റെ ഉള്ളിൽ 1-2 മണിക്കൂറാണ് നിന്ന്. എന്താ ചെയ്യുക? അവിടെ നിന്ന് ഞങ്ങൾ കുറേ റൈഡിൽ കയറി. പൈസ ഒന്നും കൊടുത്തില്ല കേട്ടോ. ഒരു പൈസയൊക്കെ വേണം പറയുമ്പോൾ ഞങ്ങൾ പൈസ ഒന്നും കൊടുത്തില്ല. ഈ ജീപ്പ് കുട്ടികൾ എടുക്കണമെങ്കിൽ 30 ഉറുപ്പ്യ. ഞാൻ പൈസ എടുക്കാതെ അതിനെ ഓടിച്ചു. അവിടെ കൊണ്ടുപോയിട്ട് ഇടിച്ചു. തിരിക്കാനും വെക്കണില്ല, ഒന്നിനും വെക്കണില്ല. എന്താ കുട്ടികൾക്ക് മാത്രമുള്ള ഇതൊക്കെ ഓടിക്കാൻ പറ്റുക, നമുക്കും ഓടിക്കണ്ടേ ഗൈസ്? ഇതിൻ്റെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ എൻ്റെ ചതഞ്ഞ കാലം വെച്ചിട്ടാണ് ഗൈസ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഞാൻ ഇതിലൊക്കെ കയറി. അവിടെ 2 ചക്രം കണ്ട് ഞാനും താത്തയാണ് തിരിച്ചു. എന്താ സംഭവം എന്ന് എനിക്കും മനസ്സിലായില്ല, ഓൾക്കും മനസ്സിലായില്ല. പാർക്കത്തോർക്കും മനസ്സിലായിക്കണമെന്നാവോ. പിന്നെ അവിടെ നിന്ന് 2 എക്സസൈസൊക്കെ എടുത്തിട്ടൊക്കെ എന്തോന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒടുക്കത്തെ മഴ. പിന്നെ മഴയത്ത് കൂടി പോരണ വൈബ് ഉണ്ടല്ലോ. ചേട്ടാ അടിപൊളി സീനേനു. കോട്ടിട്ടിട്ട് കുറേ ആൾക്കാർ മഴ ഉള്ളാതിരിക്കും അവിടെ എവിടെയും കയറിക്കുണ്ട്. ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. ഞങ്ങളങ്ങോട്ട് പോയി. കണ്ണും കണ്ണില്ല, ഒന്നും കണ്ടില്ല. ഞങ്ങൾ അടിപൊളിയായിട്ടാണ് പോയി. ആൻഡ് ഫൈനലി ഞങ്ങളെ പേരൻ്റെ സ്ഥലത്തെത്തി. അടിപൊളി വൈബ് എന്നിട്ടോ. പാടമൊക്കെ കാണാൻ നല്ല അടിപൊളിയേനു. പിന്നെ ഞങ്ങളുടെ പ്രകൃതി രമണീയമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെത്തി. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.